ഹലോ ഫ്രണ്ട്സ്, ജോഷ് ബൈ ജോഷിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വിഭവമായിട്ടാണ്. ചിക്കനും വഴുതനങ്ങയും ചേർത്തുണ്ടാക്കിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു എഗ് പ്ലാന്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനെ രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോയിൽ കാണുന്നത് പോലെ അതിൻ്റെ ഫ്ലഷിൽ ഞാനൊന്ന് വരഞ്ഞും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്യാൻ പോവാണ്. കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു പാനിൽ ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ നമുക്ക് സ്റ്റീം ചെയ്ത് എടുക്കാം. ഇതൊന്ന് പാകമായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം പെട്ടെന്നൊന്ന് റെഡിയാക്കാം. നമ്മുടെ എഗ് പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചേക്കാം. ഏകദേശം 1 ടീസ്പൂണോളം ഓയിൽ മാത്രമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഗാർലിക്കാണ് ഞാൻ ആദ്യം ചേർക്കുന്നത്. ബ്രൗൺ കളർ ആകണമെന്ന് നിർബന്ധമില്ല. 2 തൊട്ട് 3 മിനിറ്റ് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും. അതിനുശേഷം ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് ഞാൻ ചേർക്കുന്നത്. നമ്മുടെ ഗാർലിക്കുമായിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. കുറച്ച് പെപ്പറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ആവശ്യാനുസരണം മാത്രം പെപ്പർ ചേർത്താൽ മതിയാകും. ചിക്കൻ വേവിച്ചെടുത്ത സമയത്ത് ഞാൻ അധികം പെപ്പർ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ കുറച്ചും കൂടി കൂടുതൽ പെപ്പർ ഇടുന്നത്. ഈ ഗാർലിക് ചിക്കൻ പെപ്പർ മിക്സിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ഓണിയനും ക്യാപ്സിക്കവും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾസ് ഇവിടെ ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിലൊക്കെയാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ 10 മിനിറ്റത്തേക്കൊന്നും വെക്കേണ്ടി വരില്ല. നമ്മുടെ ചിക്കനും വെജിറ്റബിൾസും പാകമാകുന്ന സമയം കൊണ്ട് എഗ് പ്ലാന്റ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ സ്കിന്ന് ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഫ്ലഷ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. നമ്മളുടെ മിക്സൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എഗ് പ്ലാന്റും കൂടി ചേർക്കുകയാണ്. പെപ്പറും സോൾട്ടും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ടൈമിൽ അധികമായിട്ട് ഇട്ട് കൊടുക്കുക. കാരണം എഗ് പ്ലാന്റ് നമ്മൾ കുക്ക് ചെയ്ത സമയത്ത് പെപ്പറും സോൾട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ടേസ്റ്റിനനുസരിച്ച് മാത്രം ആവശ്യമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ വേറെ മസാലകളൊന്നും ആഡ് ചെയ്തിട്ടില്ല, പെപ്പർ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേറെ മസാലകളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള മസാലകൾ ആഡ് ചെയ്തിട്ട് ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ അടച്ചു വെച്ചേക്കാം. നമ്മുടെ മിക്സെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോസ് ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറി ടൊമാറ്റോസ് ആണ്. നമ്മുടെ നോർമലായിട്ടുള്ള ടൊമാറ്റോസും ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഷ്രെഡഡ് ചീസും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതും നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ചീസ് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലേവർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്.
ഞാനിവിടെ കുറച്ച് പാഴ്സലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പാഴ്സലി ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പാഴ്സലി അല്ലെങ്കിൽ മല്ലിയിലയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ എഗ്ഗ് ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. അങ്ങനെ നമ്മുടെ ഗാർണിഷിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ചീസും എഗ്ഗും ഒന്ന് പാകത്തിന് കിട്ടുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ചീസും എഗ്ഗും എല്ലാം എനിക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ബ്രിഞ്ചാൾ ഫൈനൽ ലുക്ക്. വളരെ യമ്മി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നിങ്ങൾക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ റാപ്പ് ചെയ്ത് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് റൈസിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്